എന്തൊക്കെയാണ് എല്ലാവരും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാലത്ത് 6:30 എണീറ്റ് പല്ലാച്ച് ഇൻട്രോ എടുത്ത ഗിരിയും ഗൈസ്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാം ഫീഡ് ഫുള്ള് ബ്രാല്, വരാല്, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ബ്രാല് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്ന സാധനം അങ്ങനത്തെ ഒരു മീൻ ആക്ച്വലി പിടിക്കാൻ ഭയങ്കര കൊതി. എനിക്ക് പണ്ടൊരു ചൂണ്ടപ്രാന്ത് ഉണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ആക്ച്വലി മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. കാലത്ത് 6:30 എണീറ്റിട്ട് നമ്മുടെ പോളിക്കുട്ടനെ എടുക്കണോ ബെറ്റിക്കുട്ടനെ എടുക്കണോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബെറ്റിക്കുട്ടനെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ സാധനങ്ങൾ മീനുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടാൻ പറ്റില്ല. ലൂറ് ഇതിൽ വയ്ക്കാം. വടിയും കൂട്ടുകാരൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. മീൻ കിട്ടുകയാണെങ്കിൽ ഇതിൽ ഇട്ട് കൊണ്ടുവരാം. പോളിക്കുട്ടനെ നമ്മൾ അധികം എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ മെയിൻ്റെനൻസ് കാശ് കൂടുതലായതുകൊണ്ട് ഇവനെ അനക്കാതെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഓഫ് റോഡ് വീഡിയോസിന് വേണ്ടി മാത്രം നമുക്ക് ഇവനെ കൊണ്ടുപോകാം. അല്ലാത്ത സമയത്ത് നമുക്ക് ബെറ്റിക്കൂട്ടിനെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ബറ്റാലിയനുമായിട്ട് നമുക്ക് പോയിട്ട് ചെറിയൊരു മീൻപിടുത്തം കാണാം സുഹൃത്തുക്കളെ. സോ കാലത്ത് 6:30 എന്താണ് വലിയ മടിയൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ എണീറ്റു. ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. ഗോപ്രോയിലെ ഫയൽ റിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കാട്ടുന്നുണ്ട് കേട്ടോ. ഫയൽ റിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഫയൽ റിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് കാട്ടാ. എന്താ സംഭവം എനിക്കറിയില്ല. ഭാഗ്യം ഞാൻ ആ പട്ടി ഫോളോ ചെയ്യുന്നു വിചാരിച്ച ഇല്ല. സോ അങ്ങനെ കാട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 വട്ടം ഞാൻ ശ്രദ്ധിക്കുന്നു. സോ നമ്മളിപ്പോൾ പോണത് നമ്മുടെ മരത്താക്കര സിഗ്നലിൻ്റെ അവിടേക്ക് ആയിരിക്കും. കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ ചൂണ്ടിട്ട് അറിയുള്ളൂ കേട്ടോ. കാസ്റ്റിംഗ് എന്നൊക്കെ പറയാതിനെ. അപ്പോൾ എനിക്കതിനെ കുറിച്ച് വലിയ പിടിയില്ല. അപ്പം ഞാൻ പറഞ്ഞ് അവനൊരു കടയുണ്ട്, അപ്പോൾ അവൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് കിട്ടാനത് അങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണതല്ല. വെള്ളയപ്പം അങ്ങനെ ടീം എന്നിങ്ങനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ച് വെറുതെ ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ, പരിചയമുള്ള ഒരാൾ കൂടി ഉള്ളതല്ലോ അല്ലോ. അപ്പോൾ അവൻ്റെ ഒപ്പം പോയിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കറിയില്ല, ഇങ്ങനെ കുറേ എൻ്റെ ഫീഡിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക മീനെ പിടിക്കണതും ഇതും. നിങ്ങൾ ഡിസ്കവറിയിൽ റിവർ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? ഡിസ്കവറി ചാനലിൽ റിവർ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിവറിലത്തെ ഓരോ മോൺസ്റ്റേഴ്സിനെ പിടിക്കുന്നൊരു വേട്ടാവലയുണ്ട്. ആ തുരപ്പൻ ഓരോ മീനുകളെ പിടിച്ച് കൊണ്ടുവരുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതൊരു റെഫറൻസ് പറഞ്ഞതാണ്. സോ നമുക്ക് ബെറ്റിക്കുട്ടനായിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. കുറയ്ക്കണ്ടല്ലോ. ഓടാ, നിന്നെ ഒന്നും പട്ടിയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. ഒരു പോമറേനിയനെ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. വരുന്ന വഴിയൊന്നും കാട്ടാൻ പറ്റില്ല കേട്ടോ. ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോകുന്നത്. ഇവനാണ് എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ നിതിൻ, എയിം ഷൂട്ടർ എന്ന് നിങ്ങൾക്കറിയാം. റീസെൻ്റ്ലി അവൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ ഷോപ്പിലേക്ക് പോയ പിന്നെയാണ് എനിക്ക് റീൽസുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയത് കേട്ടോ. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എയിം ഷൂട്ടർ എന്നല്ലേ, എയിം ഷൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇവൻ എന്നെ കൊണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഈ സാധനങ്ങളാണ് വരണത്. ബ്രാല് പിടിക്കുക, വരാല് എന്ന് പറയുന്നതൊക്കെ പേര് അതല്ല ബ്രാലിൻ്റെ തന്നെ വിവിധ പേരിൻ്റെ വ്യത്യാസങ്ങൾ. ചേറൻ, വാഹ, അതെ, അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. അതിനൊക്കെ പിടിക്കുന്ന വീഡിയോസും ഒക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ പഴയ ആ ഒരു ചൂണ്ടിടാനുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഉള്ളി ത്വര വന്നു. ദൈവം അവിടെ സാധനം സെറ്റ് ചെയ്യേണ്ട കേട്ടോ. സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെറുതെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. വാഹനെ പിടിക്കാൻ പറ്റുമോ? അതില്ല, ഫോളോഡ് കാര്യങ്ങൾ ജസ്റ്റ് കഴിച്ചുകൊണ്ട പോലെ ഈവനിങ് ടൈമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 300 രൂപ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ മീനുകളെ പിടിക്കണമെങ്കിലോ റീലൊക്കെ വരണത് നമ്മുടെ ഷിമാനോൻ്റെ റീലൊക്കെ വരണത് ഒരു 3000 രൂപ ആ റേഞ്ച് വരും, നല്ലൊരു മോഡലുകളൊക്കെ. അതെ, അതിൽ നമുക്ക് ഇതിനൊക്കെ പിടിക്കാം. ഇതിൻ്റെ ഏറ്റവും ഗുണം എനിക്ക് എന്താ മനസ്സിലായെന്നറിയോ? പണ്ടൊക്കെ മറ്റേ മണ്ണിരേനെ കോർത്ത് ഇട്ടിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അങ്ങനെ വേണ്ട. അതിനെന്താ പറയുക, ഫ്രോഗാ. ഒരു ഫ്രോഗിനെ അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് അത് പിടിക്കാൻ പറ്റും. ഇതല്ലേ സാധനം? അത്
ഇവനെന്നെ പഠിപ്പിച്ചു തരും കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇടാ അവിടെ കുത്തിടാ. ഓഫ് ഇത് ഇങ്ങനെ കറക്റ്റ് ആ പോയിന്റിലേക്ക് ആവോ. ഇതാ ഇവിടെ നോക്കിക്കോട്ടാ. അവിടെ എന്തോ കൊത്തിയിരുന്നു. ആ അതാ ഞാൻ ചോദിച്ചത് നിൻ്റെ അടുത്ത് കറക്റ്റ് ഗ്യാപ്പിലേക്ക് എങ്ങനെ അറിയാൻ കിട്ടണേന്ന്. പഠിക്കാം. ഓഫ് അങ്ങനെ അറിയാൻ കുറച്ച് പണിയാട്ടോ. കുറച്ച് നീക്കിയിട്ട് നോക്കുമ്പോൾ മൂക്കിൽ വന്നിരിക്കും. ചിലപ്പോൾ ബാക്കോട്ട് വെച്ച മൂക്കിൽ ഇരിക്കുന്നു. ഞാൻ അവൻ്റെ ഒപ്പം നിൽക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് നീങ്ങട്ടെ കേട്ടാ. എന്നിട്ട് അതെ ഇവൻ കുറച്ച് പ്രോയാണ് കേട്ടോ. ഹൈലി പ്രൊഫഷണലാണ് സാധനം. ഇവൻ്റെ ഇത് മറ്റേ അതിനെന്താ പറയാടാ, കൈ കൊണ്ട് അടിക്കണതാ. ഏതാ? സ്ലിംഗ് ഷോട്ട് കേട്ടോ. സ്ലിംഗ് ഷോട്ടിലേക്ക് ചെയ്യുന്ന വിദഗ്ധനാണ്. പ്രസ് ചെയ്ത് പിടിക്കുക, സൈഡ് ചിരിക്കുക. ഈ കൈ റൈറ്റ് കൈ ഇവിടെ, രണ്ട് ഇതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ, ഈ കൈ ഇവിടെ. ജസ്റ്റ് 70 ഡിഗ്രി ആകുമ്പോൾ റിലീസ് ചെയ്യുക. ഇതാണോ ലോക്ക് വരുന്നത്? ഇത് വിട്ടാലാണോ? ഇത് വിട്ടാൽ തന്നെ പോകും. ഓ പറഞ്ഞുതരാം. വലത് കൈ രണ്ടിൻ്റെ ഇടയിൽ പിടിക്കും. രണ്ടിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഇടയിൽ. ഓക്കെ, ഈ കൈ ഇവിടെ വെച്ചോ. ഈ കൈ ഇവിടെ ജസ്റ്റ് ഇതിപ്പോൾ ലോക്കായി. ഞെക്കി പിടിക്കണം. ഇതും കൂടി പിടിക്കണം. അങ്ങനെയുണ്ടോ? ഇത് ഇവിടെ പിടിക്കും. സൈഡ് ചിരിച്ച് കാശ് ഒരു 70 ഡിഗ്രിയിൽ എറിയുക. ഇങ്ങനെയല്ലേ? അങ്ങനെ എറിയുക, കൈ എടുക്കുക. പക്ഷേ ഇത് പിടിച്ചില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കെട്ട് വരും. അതാ പറഞ്ഞത് പഠിക്കാൻ കുറച്ച് പാടാണ്. ഓ ഐ ആം സോറി അളിയാ. ഇനി എന്തൊരു ചെയ്ത് പതുക്കെ ഇരുന്നഴിക്കണം. എടാ ഇത് എന്തോടാ ഇത് ഫുൾ അടിക്കണം? അത് പ്രശ്നമില്ല, ഒന്ന് അയക്കാൻ പറ്റും. ആ കുരുക്കിൽ നിന്നും എയിം ഷൂട്ടർ നമ്മൾ രക്ഷിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അത് ഇപ്പോഴും അവിടെ കൈ വേണമല്ലേ? ഇത് കുറച്ച് ടെക്നിക്ക് അറിയുന്ന ആൾ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ബേസിക്കാണ് നമുക്ക് വേണ്ടത്. കേസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇൻസ്റ്റാഗ്രാം മുഴുവൻ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്ന ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെയോ കോട്ടയത്ത് എവിടെയോ പോയിട്ടാണ് മീൻ പിടിക്കുന്നത്. പിടിച്ചു ഇതിങ്ങനെയാണ് ഫുള്ള് ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം മുഴുവൻ വരുന്നത്. ചൂണ്ട എറിഞ്ഞ് മീനെ പിടിക്കാൻ പോയി, ചിലവ് 2000. മീനെ കിട്ടിയില്ല. ഇനി നാളെ വീണ്ടും വരാം. സോ ഞാനത് കാസ്റ്റിംഗ് പഠിക്കാനായിട്ടാണ് മെയിനായിട്ട്. മീനെ കിട്ടില്ല എന്നുള്ളത് എനിക്കും ഇതൊന്നുമില്ല. സോ എവിടെയാ വന്നത്? കൈ എടുക്കണായിരുന്നു ചിറ്റ്. ഇതെങ്ങനെ ചിറ്റണ? നീ വെറുതെ റോളി മുള്ളിക്ക്. ഇങ്ങനെ റോൾ ചെയ്യണല്ലേ? യെസ്, കൈ എടുക്കണം എറിയുമ്പോൾ. ഓക്കെ, നിർത്തിക്കോ. ഓക്കെ, പ്രസ്. കാസ്റ്റ് കൈ എടുത്തോളൂ. കൈ അല്ല കുറച്ച് ഇറക്കിയിട്. ഓക്കെ, ഇറക്കിടണം. ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ കാസ്റ്റിംഗ് ട്ടാ. ഓക്കെ, ഇതാണ് സംഭവം വരണേ. ആ കൈ അടിയത്തോ, കൈ മാറ്റി. ലെഫ്റ്റ് ഹാൻഡ് മാറ്റി അടിയിൽ പിടിക്കണം. യെസ്, കൈ എടുക്ക്. റോഡ് ഇങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനെ ആക്കിയാൽ മതി. എനിക്ക് നേരത്തെ പോലെ കുടുങ്ങുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ അവിടെ കൈ എടുക്കണില്ല. അതുകൊണ്ട് സാധനം വിട്ടിട്ട് എൻ്റെ മേത്തേക്ക് തന്നെയാ വരണേ. ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ കൈ എടുക്കുക. അപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ എൻ്റെ മസിൽ മെമ്മറി മറ്റേ കൈ. ഓക്കെ, ദെൻ ഗോ. അപ്പോൾ പിടിച്ചു അവിടെ ഇതായി. മനസ്സിലായി സാധനം? മനസ്സിലായി അല്ലേ? യെസ്, അത് 2 വട്ടം ചെയ്താൽ മതി കേട്ടോ, സാധനം കിട്ടും. അല്ല ഇത് തന്നെയല്ലേ സാധനം? അതന്നെ. ഓക്കെ, ഒരു വട്ടം നോക്കട്ടെ. ബെറ്റർ. 4ാമത്തെ വട്ടം ശരിയായില്ലേ? 150 ഏറുകൾക്ക് ശേഷം 4ാമത്തെ ശരിയായിരുന്നു. ഇല്ല, അത്രയ്ക്ക് ഏറൊന്നും പോയിട്ടൊന്നുമില്ല.
ലെങ്ത് കൂടുണ്ട്. സാധനം സെറ്റാണ്, സാധനം മനസ്സിലായി. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് ഭ്രാന്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതുവരെ സൈക്കിളിൻ്റെ ഭ്രാന്തിൻ്റെ അത്ര വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതതിനെ കടത്തി വിടുമെന്ന് നമുക്ക് നോക്കാം. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിക്കണം അല്ലേ? യെസ്. ഫ്രണ്ടിലോട്ടാക്കുമ്പോഴാണ് വലിയ വരണേ. ഗൈസ് നമുക്ക് പയ്യെ വീട്ടിലേക്ക് കയറാം, വെയിലായി തുടങ്ങി. എവിടെയാ പാമ്പിനാണ്ടേ? എന്നിട്ട് എവിടെയാ കണ്ടേന്ന്? ഏതി കൂടെ വരണ്ടായിരുന്നേ? എന്നിട്ട് ഏതിൻ്റെ ഉള്ളിന്ന്? അതിന്റെ ഉള്ളിലേക്കാണോ പോയേ? നീ അപ്പൊ എവിടെയായിരുന്നു? ആരെ വിളിച്ച നീ അപ്പൊ? എന്നിട്ട് ഏതാ പാമ്പെന്ന് അറിയോ? പറഞ്ഞ അതിന്റെ അടുത്ത് നിനക്ക് എങ്ങനെ അറിയോ? കണ്ടാ നിനക്ക് എങ്ങനെ അറിയണേ? ഭയങ്കര ചെറുതാണോ? ചേരയാണെന്ന് ഉറപ്പാണോ? വില മൂർക്കനാണോ? അപ്പൊ നീ കടയിലിരിക്കണ്ടായിരുന്നില്ലേ? നമ്മുടെ കടയിലേക്ക് കയറിയിട്ടില്ലല്ലോ. ബെസ്റ്റായിട്ട് കട തുറക്കുമ്പോ അറിയാ നാളെ. ആരെ ഫോണില്? അമ്മേനെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്ക. നിന്റെ മോനെ ചേരയാന്ന് അവൻ കൺഫേം ചെയ്തു. മഞ്ഞയാണോ? ചേരയ്ക്ക് മഞ്ഞ കളറാ? ഇതിന്റെ ഉള്ളിലേക്ക് കേറിണ്ടാ? ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ കേറൂട്ടാ. നമ്മുടെ അവിടേക്ക് കയറിയിട്ടില്ലല്ലോ, ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ. ആ സസ്പെൻഷന്റെ വെച്ചിരിക്കുന്ന ഭാഗം നോക്കിട്ടാ അതിന്റെ ഉള്ളിലേക്ക് കേറിയിരുന്ന് കഴിഞ്ഞാൽ അറിയില്ല. ആ സൈഡില് അവിടെ വരെയല്ലേ വന്നിട്ടുള്ളൂ, ഉറപ്പല്ലേ? അതിന്റെ ഉള്ളിലേക്ക് കയറിയാണ് അത് ഇങ്ങടാവും നോക്കണേ. അപ്പൊ നീ അവിടെ ആയിരുന്നാ? സീൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അനിയൻ ഇങ്ങനെ നിക്ക. ഞാനിവിടെ ഉണ്ടാവാറില്ല, എനിക്കിവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് ഇവിടെ ജോലി വന്നിരിക്കണത് നിനക്ക് കട നോക്കാനാ, അല്ലാണ്ട് ഞാനെന്തിനും 24 മണിക്കൂർ ഇവിടെ വന്നിരിക്കണ എനിക്ക് വേറെ കാര്യമില്ലേ? അത് ശരി. അപ്പൊ അനിയൻ ഇവിടെ അങ്ങോട്ട് നടക്കായിരുന്നു. ഇന്നിപ്പോ വേറെ തുറന്നിട്ടില്ല, ഇതിന് കുറച്ച് വർക്ക് ഇവിടെ ചെയ്ത് പെൻഡിങ് ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ അങ്ങോട്ട് ഫോൺ വിളിച്ച് നടക്കുമ്പോൾ ആ സൈഡിലല്ലേ, ആ സൈഡിൽ ചെറിയൊരു പാമ്പ്. നീ എന്നെന്തിനു പേടിപ്പിക്കണേ? കാലിന്റെ ഇടക്കോട്ടൊന്നും പോയില്ലേ? നീ അത് ഇരട്ടിപ്പിച്ച് എടാ കാര്യം. അപ്പൊ നീ കണ്ടില്ലേ ഇപ്പൊ നിലത്ത് പാമ്പുള്ളത്? ഇവിടെ എന്തൊരു ചോന്ന പാട്? എന്തായാലും കടിച്ചതായിരിക്കും. നന്നായി ചേട്ടാ. ഞാന് കടയുടെ വീട്ടിലേക്ക് വരട്ടെ, ഇവിടെ കടയിൽ നിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വെക്കണേ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നേട്ടാ. അവർക്ക് ബിസിനസ് മൈൻഡ് ഇല്ല, നമുക്ക് മാത്രമേ ഒരു ഇതുള്ളൂ. പറഞ്ഞപ്പോ നീ ആരുടെ അടുത്താ പറഞ്ഞപ്പോ? അപ്പൊ പറഞ്ഞില്ലേ? നന്നായി. ആ പൊട്ടൻ നല്ല പേടിച്ചു വിട്ടാ. ചെറിയൊരു പാമ്പ്, എന്തോ ചെറിയൊരു ഇത് കണ്ടിട്ട്. കാരണം ഞാനും മീൻ പിടിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ക്ഷീണം, നല്ല വെയിലല്ലേ, കടയിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അവൻ വിളിച്ചേട്ടാ, ഓടിപ്പടഞ്ഞ് പോയതാണ്. സോ എന്തായാലും എത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പെറ്റിക്കൂട്ടിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ, കിടിലം വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.